സർ, എല്ലാവർക്കും പെൻഷൻ മോദി സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ്. ഇത് ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുക? ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളുടെ സവിശേഷത അത് ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരനെ കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിൽ പലപ്പോഴും ആദ്യകാലത്തുണ്ടായിരുന്ന പല പദ്ധതികളുണ്ടാവാറുണ്ട്. അത് രാജീവ് ഗാന്ധി പറഞ്ഞ പോലെയാണ്, ₹1 അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കിട്ടുന്നത് 15 പൈസയാണ്. 85 പൈസയും അതിൻ്റെ ഇടനിലക്കാരിലേക്ക് പോയിക്കൊണ്ടിരുന്നിരുന്നു. ഇപ്പോഴത്തെ സംഗതി അങ്ങനെയല്ല. ഇപ്പോൾ സമസ്ത മേഖലയിലും അവിടെ നിന്ന് ₹1 അയച്ചാൽ ₹1 വരെ സർവ്വസാധാരണക്കാരനിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. അതുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. ആ ഡിജിറ്റൽ ഇന്ത്യ ലക്ഷ്യമാക്കുന്നത് സർവാംഗീണമായിരിക്കുന്ന ഉന്നതിയാണ്. സമസ്ത മേഖലയിലും മുഴുവൻ ആളുകളിലും വികാസമാണ്. ആ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ ഇന്ത്യ ലോകത്ത് മികച്ച 3ാമത്തെ രാജ്യമാകും, 2ാമത്തെ രാജ്യമാകും എന്നൊക്കെ പറയാൻ കാരണം ഇത് നേരത്തെ സമ്പത്തൊക്കെ ഇവിടെയുണ്ട്. ഈ സമ്പത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ആരും കയ്യിലില്ല. ആളുകൾ സാധാരണ നമ്മൾ നേരത്തെ പറയില്ല, ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പച്ചക്കറി കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത്. ഇങ്ങനെ സർവ്വസാധാരണക്കാരന് എല്ലാ മേഖലയിലും ഇടപെടാൻ സാധിക്കില്ല, അവൻ വിവരമില്ലാത്തവനാണ് എന്നുള്ള ധാരണയാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരുന്നത്. ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വ്യത്യാസം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ പൂർണ്ണമായിട്ട് സർവ്വസാധാരണക്കാരിലേക്ക് എത്തുന്ന പരിപാടികളാണ്. ഇപ്പോൾ പെൻഷൻ പദ്ധതി, ഇപ്പോൾ നിലവിലിരിക്കുന്ന പെൻഷൻ പദ്ധതി വരുന്നത് എല്ലാവർക്കും പെൻഷൻ കിട്ടണം. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവൻ്റെ ഒരു ആശുപത്രി കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പിച്ചച്ചട്ടിയായിട്ട് നീങ്ങേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്നും മാറിയില്ലേ? ഓട്ടോറിക്ഷക്കാരനെന്ന് ഇപ്പോൾ PF ഉണ്ട്, അവർക്ക് പെൻഷൻ സ്കീമുണ്ട്, ഇതെല്ലാം നടപ്പിൽ വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വീട്ടുജോലിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. വീടുകളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവർക്കൊരു മാസം കിട്ടുന്ന 5000 രൂപ, 6000 രൂപ, 10000 രൂപ അവർക്ക് കിട്ടാം. പക്ഷേ ഇവർക്ക് ആർക്കും ഒരു സംവിധാനമില്ല. ഇവർക്കൊന്നും ഒരു പെൻഷൻ സ്കീമില്ല, ഇവർക്കൊന്നും ഒരു PFൻ്റെ ആനുകൂല്യങ്ങളില്ല, ഇവർക്കൊന്നും ESI സൗകര്യങ്ങളില്ല. ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ പറയുന്നത് ഇവർക്ക് മെഡിക്ലെയിം പോളിസികൾ വേണം, ഇവർക്ക് പെൻഷൻ പദ്ധതികൾ വേണം. ഈ സാധാരണ തൊഴിലാളികളായിരിക്കുന്ന ആളുകൾ, കൂലിവേല ചെയ്യുന്ന ആളുകൾ, അവർ നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ സാധാരണ പറയുന്നത് CIT-കാരെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കാറാണ് പതിവ്. പക്ഷേ കൂലിവേല ചെയ്യുന്ന ആളുകളിൽ 1% പോലും ഇല്ല CIT-കാർ, അല്ലാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ കൂലിയെടുക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന തൊഴിലാളികളുടെ ഉന്നതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഈ പെൻഷൻ പദ്ധതി. ഈ പെൻഷൻ പദ്ധതി കൂടിയിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ അടൽ പെൻഷൻ യോജന ഉണ്ടായിരുന്നു. അടൽ പെൻഷൻ യോജന 18 തുടങ്ങിയിട്ട് 40 വയസ്സ് വരെയുള്ള യുവാക്കൾക്കായിരുന്നു അതിൽ ചേരാൻ സാധിക്കുക. അവർ 60 വയസ്സിലാണ് അവർക്ക് പെൻഷൻ കിട്ടുക. 1000 രൂപ തുടങ്ങിയിട്ട് അവർക്ക് എത്ര വേണമെങ്കിലും അവർക്ക് അതിനുവേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം. 40 വയസ്സ് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് 1000 തുടങ്ങി 5000 രൂപ വരേക്കുള്ള പെൻഷൻ അവർക്ക് കിട്ടും. ഇങ്ങനെ പെൻഷൻ കിട്ടുന്നൊരു പദ്ധതി നടപ്പിൽ വരുന്ന സമയത്ത് അത് ആർക്കാണോ പെൻഷൻ കിട്ടുന്നത് ആ പെൻഷൻ പങ്കാളിയുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിക്കണം. അതാണ് സർക്കാരിൻ്റെ പോളിസി. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരിയല്ല. കേരളത്തിൽ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ആർക്കേക്ക് കൊടുക്കുന്നത്? കൊച്ചിൻ പോർട്ടിൽ എംപ്ലോയി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്, വളരെ വലിയ ഉദ്യോഗ തലത്തിലുണ്ടായിരിക്കുന്ന നിലവിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗം വഹിക്കുന്ന ആളുകൾ ആ പെൻഷൻ വാങ്ങിച്ചെടുക്കുന്നു. ഈ പരിപാടി അല്ല ഭൂഷണം, മറിച്ച് അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള പെൻഷൻ പദ്ധതികൾ, അതാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിൽ വരുത്തുന്നത്. ഇത് നടപ്പിൽ വരുത്തുന്നതോടെ നമ്മുടെ സർവ്വസാധാരണക്കാരായിരിക്കുന്ന ആളുകൾ, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് പിച്ചച്ചട്ടിക്ക് വേണ്ടിയിട്ട് അവൻ ആളുകളുടെ മുമ്പിലേക്ക് പോകരുത്. അവൻ പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് എൻ്റെ ഹൃദയശസ്ത്രക്രിയ നടക്കുന്നു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സാമ്പത്തിക സഹായം നടത്തണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. അവൻ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാർ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഈ പദ്ധതികളിലൂടെ സർക്കാർ പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു അംശം നിങ്ങൾ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഈ പെൻഷൻ പദ്ധതി ഇത് കേവലം സർക്കാരിൻ്റെ മാത്രം സഹായം കൊണ്ട് നടക്കുന്നതല്ല, സർക്കാരിൻ്റെയും ജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ അടൽ പെൻഷൻ യോജനയ്ക്കകത്ത് 50% തുക കേന്ദ്ര സർക്കാരാണ് കൊടുക്കുക, ബാക്കിയുള്ളതാണ് ഈ വ്യക്തി കൊടുക്കേണ്ടത്. സമാനമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ തന്നെയായിരിക്കും ഇതിനകത്ത് നടപ്പിൽ വരിക. ഇപ്പം ഇതിനകത്ത് ചിലരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് സർക്കാരിൻ്റെ പങ്കാളിത്തം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന
പെൻഷൻ സ്കീം കണ്ടാൽ നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോവും. ഈ നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്ന കേരളത്തിൻ്റെ പെൻഷൻ സ്കീമാണ്. കേരളത്തിൽ PSC മെമ്പറുടെ പെൻഷൻ 6 വർഷക്കാലം കഴിഞ്ഞാൽ അയക്ക് കിട്ടുന്ന പെൻഷൻ 2.5 ലക്ഷം രൂപയാണ്. പെൻഷൻ 2.25 ലക്ഷം രൂപയാണ്. 2,20,000 റുപ്യ മെമ്പർക്കും 2.25 ലക്ഷം റുപ്യ ചെയർമാനാണ് പുതിയ പെൻഷൻ വരിക. അതേപോലെ തന്നെ എല്ലാവർക്കും പെൻഷനാണ്. നമ്മുടെയൊക്കെ ഇവിടെയുള്ള അധ്യാപകരുടെ പെൻഷനെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. മിനിമം പെൻഷൻ 30,000 രൂപ വരെയൊക്കെയാണ് വരിക. അത് തുടങ്ങിയിട്ട് 50,000 80,000 രൂപ വരെയൊക്കെയുള്ള പെൻഷൻ വരികയാണ്. ഇങ്ങനെ ആളുകൾക്ക് കിട്ടുന്ന പെൻഷനകത്ത് പെൻഷൻ പരിപാടിയിൽ അവരോട് പങ്കാളിത്തം ഉണ്ടാവണം. അതല്ലാതെ കണ്ട് സർക്കാരിൻ്റെ പണമെടുത്ത് ഇത്തരത്തിൽ നിർലോഭം ചെലവാക്കുന്നൊരു പദ്ധതിയല്ല കേന്ദ്ര സർക്കാരിൻ്റേത്. കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിക്കൊണ്ട് ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്ക്, ഇപ്പം നമ്മൾ സാധാരണ ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ സിംഗപ്പൂരിൽ പോയി താമസിക്കുകയാണ്, US താമസിക്കുകയാണ്, ആസ്ട്രേലിയയിൽ താമസിക്കുകയാണ്, അവിടെ എല്ലാ തരത്തിൽ ജനക്ഷേമ പരിപാടികളുണ്ട്, മുതിർന്ന ആളുകൾ നോക്കാൻ സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്, ഇന്ത്യയിൽ ഇതൊന്നുമില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന മക്കൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ കേരളം. 50 ലക്ഷം പേരാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവർ. അവരൊക്കെ പറയുന്നത് പ്രായമായിട്ടുള്ള സമയത്ത് എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. സത്യത്തിൽ കൊണ്ടുപോകണതിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, മക്കളെ നോക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഈ മക്കളെ നോക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ പോലും അവർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് ആ സർക്കാരിൽ അങ്ങനെ സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ഇന്ത്യയിലും മുതിർന്ന ആളുകളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണ്, കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ സർക്കാരുകൾ ഈ വിഷയം ഏറ്റെടുക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ശരിക്കതാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ജനകീയ പങ്കാളിത്തത്തോട് കൂടിക്കൊണ്ടുള്ള ജനക്ഷേമകരമായിരിക്കുന്ന മുതിർന്നവർക്കുള്ള പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രയോജനപ്രദമാണ്. ഇപ്പോൾ സാധാരണ ചില ആളുകളൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നിവൃത്തിയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. 2 പേര് ഭാര്യയും ഭർത്താവും മാത്രമുള്ള ആളുകൾ, മക്കൾ വലിയ വിദേശ രാജ്യത്തേക്കാണ്, അവരൊന്നും അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇവർ മുൻകാലത്ത് ചെയ്തിരുന്ന സമയത്ത് ഏതെങ്കിലും ബിസിനസ്സിൽ കയറി, ഇപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്, MSME സ്കീമിൽ ബിസിനസ്സിൽ പെടുന്ന ആളുകളുണ്ട്. ഈ ബിസിനസ്സൊക്കെ ഇതിലൂടെ പെൻഷൻ കിട്ടുകയാണ്, മറ്റേത് കിട്ടില്ല. ഇവർ ബിസിനസ് ചെയ്തിരുന്നു, ഒരു ബിസിനസ് പൊളിഞ്ഞു. ഇപ്പം തന്നെ നമുക്കറിയാലോ അഫ്വാൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അയാളുടെ ബാപ്പ അവിടെ സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തുന്ന ആളാണ്. 75 ലക്ഷം രൂപ എത്ര കടം വന്നു. ഇവിടെ അമ്മയ്ക്കും ഉമ്മയ്ക്കും അതേപോലെ തന്നെ കടമുണ്ട്, അതും 75 ലക്ഷം എന്നാണ് കേട്ടത്. എന്തോ ഈശ്വരാസനം കൊണ്ട് രണ്ടും 75 ലക്ഷത്തിലാണ് വിടുക. ഈ പറയുന്ന ആളുകൾക്ക് അവരൊന്നും വേറെ നിവൃത്തിയില്ല, അവർ ആശുപത്രിക്കുള്ള മാർഗങ്ങൾ ഉണ്ടാവില്ല. പ്രായമാവുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഇതിന് സഹായം ചെയ്ത് കൊടുക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ തരത്തിൽപ്പെട്ട കച്ചവടത്തിൽ പൊളിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പോലും, സാമ്പത്തികമായിട്ട് പരാധീനത അനുഭവിക്കുന്ന ആളുകൾക്ക് പോലും, നിത്യമായിട്ടുള്ള വരുമാനമില്ലാത്ത ആളുകൾക്ക് പോലും, അവർക്ക് പോലും ക്ഷേമ പെൻഷനകത്ത് അവർ പോലും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സമീപമായിട്ടുള്ള സമയത്ത് ഇതിനെ സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയവും മറ്റൊക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് ഇതിൻ്റെ പരിപാടികൾ ധനകാര്യ വകുപ്പൊക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് വളരെ സമീപ ഭാവിയിൽ ഏകദേശം ഈ 2026 25 26 സമയത്ത് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വളരെ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ഇത് ഏതാണെങ്കിലും ഒന്ന് വളരെ വ്യക്തമാണ്, പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് പെൻഷൻ സ്കീം. അവർക്ക് മെഡിക്കൽ സൗകര്യങ്ങൾ കിട്ടുന്നു, അവർക്ക് എല്ലാ തരത്തിൽപ്പെട്ട സൗകര്യങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ വൃദ്ധന്മാരായിരിക്കുന്ന ആളുകൾ അനാഥരാണ് എന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ്. ആ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതി. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നമ്മൾ തുടക്കം തുടങ്ങിയ പദ്ധതി എങ്ങനെയാണ്? നമ്മൾ സാധാരണ ചർച്ച ചെയ്ത വിഷയങ്ങളെ കേട്ടാൽ ഞെട്ടുന്ന വിഷയങ്ങളാണ്. വീടുകളിലെ കക്കൂസ് വേണമെന്ന് ആവശ്യപ്പെടുക, പരിസരം വൃത്തിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി ചൂലെടുത്തുകൊണ്ട് അടിച്ചു വാരാൻ വേണ്ടി തയ്യാറാവുന്ന, അതുപോലെ തന്നെ വീടില്ലാത്തവരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, കുളിമുറികളില്ലാത്തവരെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പഠനമുറിയില്ലാത്ത കുട്ടികളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊക്കത്തിനും ഏകദേശം പരിഹാരമായി. ഇതിന് പരിഹാരമായി എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത 2014 ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 48% ഇന്നിപ്പോൾ അത് 78%. കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നു. ഡ്രോപ്പ് ഔട്ട്സിന് കണക്ക് പറയുന്നത് LKG ചേർത്തൊരു കുട്ടി +2 എത്തുന്നത് 50% കുട്ടികളാണ് എത്തിയിരുന്നത്, ബാക്കി 50% ഡ്രോപ്പ് ഔട്ട്സ് ആയിരുന്നു. ഇന്നിപ്പോൾ സ്ഥിതി മാറി. ഇന്ന് 100% കുട്ടികളും LKG ചേരുന്ന കുട്ടി +2 എത്തുന്നുണ്ട്.
അങ്ങനെയുള്ള വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതേപോലെ തന്നെ ആരോഗ്യ രംഗത്ത്, തൊഴിലാളികളുടെ രംഗത്ത് സമസ്ത മേഖലയിലും ആസൂത്രിതമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ പറയുന്ന ക്ഷേമ പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും അതിനെ സംബന്ധിക്കുന്ന ഒരു കൂടുതൽ പഠനവും അതിനെ സംബന്ധിച്ച് ആളുകൾ മനസ്സിലാക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന അനുമാനം. ഇങ്ങനെയാണ്. ശരി, നമസ്കാരം.